وما النصر إلا من عند الله العزيز الحكيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته ومن اتبع هداه إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ആദിയാത്ത് ആണ് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്ത്, അതിന്റെ വാക്കർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന് ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള തഫ്സീറാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്ത് ഹിഫ്ളില്ലാത്ത ആളുകൾ അങ്ങനെയുണ്ടെങ്കിൽ ഹിഫ്ളാക്കണം. ചെറിയ സൂറത്തുകൾ ആണ് ഹിഫ്ളാക്കി തുടങ്ങാൻ നല്ലത്. ഓരോ സൂറത്ത് പഠിച്ചു വരുമ്പോൾ ഒന്ന് തീർന്നാലുണ്ടാകുന്നൊരു ഉന്മേഷമുണ്ട്. അത് തൊട്ടടുത്തത് പഠിക്കാൻ സഹായിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഹിഫ്ളിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ റമളാനാണ് വരാൻ പോകുന്നത്. ഖുർആനിന്റെ മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മുൻഗാമികളായ ഉലമാ അവർ മറ്റുള്ള പഠനങ്ങളൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധ ഖുർആനും അതുമായി ബന്ധപ്പെട്ട പഠനവും അതിൽ കേന്ദ്രീകരിച്ചിരുന്ന കാലമാണ് പരിശുദ്ധ റമളാൻ. അതിനുവേണ്ടി ഒരുങ്ങുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ റമളാൻ അവൻ ഇഷ്ടപ്പെടുന്ന താഅത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അമൽ ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സൂറത്ത് ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് തുടരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير അതിന്റെ വാക്കർത്ഥം ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മൾ നേരെ തഫ്സീറിലേക്ക് കടക്കുകയാണ്. ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയുന്നു: أقسم الله تبارك وتعالى بالخيل لما فيها من آيات الله الباهرة ونعمه الظاهرة ما هو معلوم للخلق. أقسم الله تبارك وتعالى بالخيل. الله سبحانه وتعالى ഖൈലിനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. എന്താണ് ഖൈൽ? കുതിര എന്നാണ് ഖൈലിന്റെ അർത്ഥം.
ഈ ആയത്തുകളിൽ അള്ളാഹു സത്യം ചെയ്തിട്ടുള്ളത് കുതിരയാണെന്നാണ് ഭൂരിഭാഗം മുഫസ്സിറുകളുടെയും അഭിപ്രായം. ചില മുഫസ്സിറുകൾ അത് ഒട്ടകത്തെ കുറിച്ചാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ശരിയായ വ്യാഖ്യാനം ഇതാണ്. ലിമാ ഫീഹാ മിൻ ആയാത്തില്ലാഹിൽ ബാഹിറ. എന്തുകൊണ്ടാണ് അള്ളാഹു ഖൈലിനെ, കുതിരകളെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്? കാരണം ആ കുതിരകളിൽ ഉള്ള അള്ളാഹുവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങൾ ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു കുതിരയെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ഏതിനെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. അള്ളാഹു ഒരു ഹർഫ് പോലും അവന്റെ കിതാബിൽ വെറുതെ പറയുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പേര് പറയാതെ, അള്ളാഹു അത് എന്താണെന്ന് പറഞ്ഞില്ല, മറിച്ച് അതിന്റെ വിശേഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വൽആദിയാതി ളബ്ഹാ. ളബ്ഹ എന്ന അതിന്റെ ആ കിതപ്പിന്റെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഓടുന്നവ തന്നെ സത്യം. ഫൽമൂരിയാതി ഖദ്ഹാ. അങ്ങനെ തീപ്പൊരി പറപ്പിച്ചുകൊണ്ട് ഓടുന്ന. ഫൽമുഗീറാതി സുബ്ഹാ. രാവിലെ പ്രഭാതത്തിൽ യുദ്ധം ചെയ്യുന്ന, യുദ്ധത്തിന് പുറപ്പെടുന്നവ. ഫഅസർന ബിഹി നഖഅ. അങ്ങനെ പൊടിപറപ്പിക്കുന്ന. ഫവസത്ന ബിഹി ജംഅ. ശത്രു സംഘങ്ങളുടെ നടുവിലേക്ക് എടുത്തു ചാടുന്ന അവ തന്നെ സത്യം. ഇങ്ങനെ അള്ളാഹുവിന്റെ അതിമഹത്തായ അവന്റെ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന കുതിരയാണ് അള്ളാഹു സത്യം ചെയ്തിട്ടുള്ളത്. വനിഅമിഹി ളാഹിറ. മാത്രമല്ല അവന്റെ പ്രത്യക്ഷമായ അനുഗ്രഹങ്ങൾ ഈ കുതിരയിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നഹ്ലിൽ പറയുകയുണ്ടായി, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അള്ളാഹു പറയുകയാണ്, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിട്ടുള്ളത് അൽ ഖൈൽ. എന്താണ് ഖൈൽ? കുതിര. വൽ ബിഗാൽ. ബിഗാൽ എന്ന് പറഞ്ഞാൽ ബഗ്ലിന്റെ ജംആണ് ബിഗാൽ. ബഗ്ൽ അഥവാ കോവർ കഴുതക്കാണ് ബഗ്ൽ എന്ന് പറയുക. കോവർ കഴുത എന്ന് പറഞ്ഞാൽ കുതിരക്ക് കഴുതയിലുണ്ടാകുന്ന കുട്ടിയാണത്. ഈ കോവർ കഴുത എന്ന് പറഞ്ഞാൽ ഒരു സങ്കര ഇനമാണ്. കണ്ടാൽ കുതിരയാണെന്നാണ് തോന്നുക. അത് കുതിരയെ നന്നായി അറിയുന്ന ആളുകൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അതാണ് ബഗ്ൽ. വൽ ബിഗാല വൽ ഹമീറ. ഹമീർ എന്താണ്? കഴുത. ഇതൊക്കെ അള്ളാഹു തന്നിട്ടുള്ളത് എന്തിനാണ്? ലിതർകബൂഹ. നിങ്ങൾ അതിന്റെ പുറത്ത് കയറി സഞ്ചരിക്കുവാൻ. വസീന. അതുപോലെ ഒരലങ്കാരം എന്ന് നിലക്കും. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്തത് അള്ളാഹു സൃഷ്ടിക്കുന്നു. ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്ന ആളുകളോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾക്കറിയാത്തത് സൃഷ്ടിക്കുന്നവനാണ് അള്ളാഹു. എല്ലാ കാലത്തും അതായിരിക്കണം വാഹനം എന്നില്ല. അള്ളാഹു നിങ്ങൾക്കറിയാത്തത് പടക്കുമെന്ന് പറഞ്ഞാൽ ഇത് അവതരിപ്പിക്കപ്പെട്ട ആളുകൾക്ക് പരിചിതമല്ലാത്ത വാഹനങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, വയഖ്ലുഖു മാ ലാ തഅലം. നിങ്ങൾക്കറിയാത്തത് അള്ളാഹു സൃഷ്ടിക്കുന്നുവെന്ന്. അല്ലാഹു തആല അലം. ഇതാണ് വാഹനം എന്ന നിലക്ക് ഈ ഖൈലിൽ നമുക്കുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം. അതുപോലെ അതിലുള്ള ആയത്തുകൾ. وأقسم تعالى بها في الحال التي لا يشاركها فيه غيرها من أنواع الحيوانات. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ സത്യം ചെയ്തു പറയുകയാണ് ഇതിന്റെ ചില വിശേഷണങ്ങൾ. ഈ വിശേഷണങ്ങളിൽ കുതിരയോട് വേറെ മൃഗങ്ങൾ യോജിക്കുകയില്ല. ഇത് കുതിരക്ക് മാത്രമുള്ള ചില വിശേഷണങ്ങളാണ്. ഫഖാൽ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വൽആദിയാതി ളബ്ഹാ. أي العاديات عدوا بليغا قويا يصدر عنه اللبح وهو صوت نفسها في صدرها عند اشتداد العدو. നമ്മൾ വാക്കർത്ഥം മാത്രം പറഞ്ഞതിന്റെ തഫ്സീൽ, ഒരു വിശദീകരണമാണ് ഇനി പറയാൻ പോകുന്നത്. എന്താണ് അൽ ആദിയാത്ത്? ആദിയാത്ത് എന്ന് പറഞ്ഞാൽ ഓടുന്നവ. ആദ യഅദു, ഓടുക എന്നാണ് അതിന്റെ അർത്ഥം. ആദുവം ബലീഗൻ ഖവിയ്യൻ, അതിശക്തമായി. കുതിരയുടെ ഓട്ടം അങ്ങനെയാണല്ലോ, ശക്തമായി ഓടുന്ന, വേഗത്തിൽ ഓടുന്ന കുതിര. മാത്രമല്ല യുസ്ദറു അൻഹു ളബ്ഹ്,
ആ ഓട്ടത്തിന്റെ സമയത്ത് അതിൽ നിന്ന് പുറപ്പെടുന്നു ലബഹ്. ലബഹ് എന്ന് പറഞ്ഞാൽ വഹുവ സൗതു നഫസിഹാ ഫീ സദ്രിഹാ, നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന അതിന്റെ കിതപ്പിന്റെ ശബ്ദമാണ്, അതിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദമാണ് ഈ ലബഹ് എന്ന് പറഞ്ഞാൽ. അതായത് അതിന്റെ ആ ഓട്ടം അതിന്റെ തീവ്രതയിലെത്തി നിൽക്കുമ്പോഴാണ് ഈ ശബ്ദം പുറപ്പെടുക. അപ്പൊ അതാണ് അള്ളാഹു ആദ്യം സത്യം ചെയ്ത് പറഞ്ഞത്, വല്ല ആദിയാത്ത് ലബഹ, അങ്ങനെ ഓടുന്ന കുതിര തന്നെ സത്യം. ഫൽമൂരിയാത്ത്, അടുത്തായത് എന്താണ്? ഫൽമൂരിയാത്തി ഖദ്ഹ, ഫൽമൂരിയാത്ത് ബിഹവാഫിരിഹിന്ന മാ യതഅന അലൈഹി മിനൽ അഹ്ജാരി ഖദ്ഹ. അഥവാ മൂരിയാത്ത്, അതിങ്ങനെ പുറപ്പെടുവിക്കുന്നു. പൊതുവെ തീ പുറപ്പെടുവിക്കുന്നതിനാണ് ആ വാക്ക് പ്രയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഔറ എന്നാണ് അതിന്റെ മാളിയായ ഫിഅൽ, മാളിയായ രൂപം അങ്ങനെയാണ്. അതായത് ഔറ എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കി. ബിഹവാഫിരിഹിൻ, അതിന്റെ കുളമ്പുകൾ കൊണ്ട്, അതിന്റെ കാലുകൾ കൊണ്ട്. മാ യതഅന അലൈഹി മിനൽ അഹ്ജാർ, എപ്പോഴാണ് അത് ഉണ്ടാകുന്നത്? ഇതിന്റെ കുളമ്പുകൾ ഹജറിന് തട്ടും. എന്താണ് ഹജർ? കല്ലുകൾ, പാറക്കല്ലുകൾക്ക്. അതൊന്നും പകവെക്കാതെ ഇത് വേഗത്തിൽ ഓടുമ്പോൾ അതിൽ തട്ടി ഖദ്ഹൻ ഐ തുഖ്ദഹു النار من صلابة حوافرهن وقوتهن إذا عدوا. ഓടുമ്പോൾ ഇതിന്റെ കുളമ്പിന്റെ ആ ഒരു സുൽബത്ത് കാരണത്താൽ, അതിന്റെ ഉറപ്പ് കാരണത്താൽ, ഒരു കല്ലും കൂട്ടിയടിച്ചാൽ പൊതുവെ തീ ഉണ്ടാവും. രണ്ടും അങ്ങനെ ആയിരിക്കണമല്ലോ, അത്രയും ശക്തിയുള്ള, അതുപോലെ ഇതിന്റെ ഓട്ടവും നല്ല വേഗത്തിലായിരിക്കണം. ഇത് രണ്ടും കൂടുമ്പോഴാണ് അവിടെ തീപ്പൊരി ഉണ്ടാകുന്നത്. അങ്ങനെ പാറക്കല്ലുകൾക്കും മറ്റുമൊക്കെ തട്ടി തീപ്പൊരി പറപ്പിക്കുന്ന കുതിരകൾ തന്നെ സത്യം. ഫൽമുഗീറാത്ത്, എന്താണ് മുഗീറാത്തിന്റെ അർത്ഥം? അഗാറ. ഒരാഴ്ച കൊണ്ട് മറന്നുപോയി. അഗാറ യുദ്ധം ചെയ്തു. അഗാറ യുഗീറു, മുഗീറാത്ത് യുദ്ധം ചെയ്യുന്നവ തന്നെ, അങ്ങനെ യുദ്ധം ചെയ്യുന്നവ. അലൽ അദാ, ശത്രുക്കൾക്കെതിരിൽ യുദ്ധം ചെയ്യുന്നവ. സുബ്ഹൻ വഹാദാ അംറുൻ അഗ്ലബി അന്നൽ ഗാറത തകൂനു സബാഹൻ. അതായത് വഹാദാ അംറുൻ അഗ്ലബി, ഇത് മിക്കവാറും നടക്കുന്നത് പകലിലാണ്, ഈ പ്രഭാത സമയത്താണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. പൊതുവെ യുദ്ധം നടക്കാറുള്ളത് ഈ നേരത്താണ്. നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിനെ, യുദ്ധസംഘങ്ങളെ, യാത്രാ സംഘങ്ങളെ ഒക്കെ അയക്കാറുണ്ടായിരുന്നത് ഏത് സമയത്താണ്? ഈ പ്രഭാത സമയത്താണ്. ആ സമയത്തിന് പ്രത്യേക ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹിം, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് നേരത്തെ പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണമേ. സഹാബത്ത് ഇത് കേട്ട് കച്ചവടം നേരത്തെ ആക്കിയ ആളുടെ കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു. അവസാനം സമ്പത്ത് എവിടെ വെക്കണം എന്ന് അറിയാത്ത അത്രയും ബറക്കത്ത് അദ്ദേഹത്തിനുണ്ടായി. ആ സമയത്ത് എന്ത് ചെയ്താലും ബറക്കത്ത് ഉണ്ടാകും. നമ്മൾ പഠനവും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ആ സമയത്ത് നീക്കി വെക്കണം. അതിനു വേണ്ടി എന്തു വേണം? ആ സമയം ഉറക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ സമയത്ത് ഉറങ്ങുക എന്നുള്ളത് ഗഫ്ലത്തായിട്ടാണ് നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗഫ്ലത്ത് എന്താ? അശ്രദ്ധ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചില ആളുകൾ വന്നു. ഏത് സമയത്താണ്? ഈ സുബ്ഹി കഴിഞ്ഞ ആ നേരത്ത്. എന്നിട്ട് ചില ആളുകൾ അവിടെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി അനുമതി ചോദിച്ചു. അനുമതി കിട്ടിയിട്ടും അവർ കയറാനൊന്നും മടിച്ചു. അങ്ങനെ പിന്നീട് അവർ കയറിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കയറാൻ മടിച്ചത്? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കയറിയാൽ വീട്ടിൽ ആരെങ്കിലും സ്ത്രീകളോ മറ്റോ എവിടെയെങ്കിലും കിടന്നുറങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ ഞങ്ങൾ കയറുമ്പോൾ തന്നെ അത് കാണേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കയറാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഇബ്നു മസ്ഊദിന്റെ കുടുംബം ഗഫലത്താണെന്ന് വിചാരിച്ചോ? ഗഫലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധരായ ആളുകൾ. അപ്പൊ അവരെന്താണ് മനസ്സിലാക്കിയത്? ആ നേരത്ത് ഉറങ്ങാന്നുള്ളത് ഗഫലത്തിന്റെ, അശ്രദ്ധയുടെ സ്വഭാവമായിട്ടാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മക്രൂഹാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത് വെറുക്കപ്പെട്ടതാണ്. തീരെ ഉറങ്ങാതെ
കഴിയൂല എന്ന് വന്നാൽ മാത്രമേ ആ സമയത്ത് ഉറങ്ങാൻ പാടുള്ളൂ. കുറ്റം കിട്ടുന്നല്ല, മറിച്ച് മക്രൂഹാണെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത് ആ സമയത്ത് ഉറക്കം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കിടന്നുറങ്ങണം. നേരത്തെ ഉറങ്ങിയാൽ രാവിലത്തെ ആ സമയം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള സംഘങ്ങൾ അയക്കാറുണ്ടായിരുന്നത് ആ നേരത്താണ്. ഇനി അതല്ലാത്ത നേരത്ത് പോയാലും രാത്രി കഴിച്ചുകൂട്ടി രാത്രി തീയൊക്കെ കത്തിച്ചു വെച്ച് അവസാനം യുദ്ധം ചെയ്യാറുണ്ടായിരുന്നത് ഈ സുബ്ഹിനാണെന്നും മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അത് പൊതുവെ അശ്രദ്ധയുടെ സമയമായതുകൊണ്ടാണ്. ഫൽ മുഗീറാത്തി സുബ്ഹ, അങ്ങനെ അഗ്ലബിയത്ത് അഥവാ മിക്കവാറും ഇങ്ങനെയാണ് നടക്കാറുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹ ഫൽ മുഗീറാത്തി സുബ്ഹ, സുബ്ഹിന് യുദ്ധം ചെയ്യുന്നവ തന്നെ സത്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. فأثرن به نقعا فأثرن به أي بعدوهن وغارتهن نقعا أي غبارا. അങ്ങനെ فأثرن به അതിന്റെ ഫലമായി ഉണ്ടാക്കി. അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ഓടിയതിന്റെ, യുദ്ധം ചെയ്തതിന്റെ ഫലമായിട്ട് ഓടിയതിന്റെ, അതുപോലെ യുദ്ധം ചെയ്തതിന്റെ ഫലമായി ഉണ്ടായി. എന്താണ് ഉണ്ടായത്? നഖഅൻ. മാമാന നഖ, നഖയുടെ അർത്ഥം എന്താണ്? ഗുബാർ. എന്താണ് ഗുബാർ? ഒരാളില്ലേ? അലൈസ മിൻകും റജുലുർ റഷീദ്. പൊടിപടലങ്ങൾ. ബാറക്കല്ലാഹു ഫീക്കും. ഗുബാറൻ, പൊടിപടലം ഉണ്ടാക്കിയെന്നാണ്. ഈ യുദ്ധം ചെയ്തതിന്റെ, ഓടിയതിന്റെ ഫലമായി പൊടിപടലങ്ങൾ ഉണ്ടാക്കിയ കുതിരകൾ തന്നെ സത്യം. فوسطن به جمعا. ما معنى وسط؟ മദ്യം. وكذلك جعلناكم أمة وسطا, നിങ്ങളെ നാം മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. അവിടെ എന്താണ് മദ്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അതിന്റെ രണ്ട് തറഫിൽ, രണ്ട് അറ്റത്താരൊക്കെ ഉള്ളത്? യഹൂദികളും നസ്രാനികളുമാണ്. ഇഫ്റാത്ത് വത്തഫ്രീത്ത്, ഒന്ന് രണ്ടു നിലക്ക് അതിരി കവിഞ്ഞ ആളുകളാണ്. അതിന് ഉദാഹരണം, തഹാറത്തിന്റെ ഉദാഹരണം, ശുദ്ധി വരുത്തുന്നതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞതാണ്. നബിഹി, അങ്ങനെ മദ്യത്തിലായി. ഐ ബിറാകിബിഹിൻ, അഥവാ കുതിരറ്റക്കല്ലല്ലോ യുദ്ധം ചെയ്യുന്നതും ഓടുന്നതും ഒന്നും. പിന്നെ ആരാണ്? പുറത്ത് ആളെ കൂട്ടിയിട്ടാണ്. ഒന്നിക്കൽ അതിന്റെ യജമാനന്, അല്ലെങ്കിൽ യജമാനൻ നിശ്ചയിച്ചിട്ടുള്ള ആളുകളെ, അതിന്റെ പുറത്ത് കയറിയ ആളുകളെ കൂട്ടി. ജംഅൻ ഐ തവസ്സത്ന ബിഹി ജുമൂഅൽ അഅദാ അല്ലദീന അഗാറ അലൈഹിം. ആർക്കെതിരിലാണോ ഇവർ യുദ്ധം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരുമായിട്ടാണോ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്, അവരുടെ ശത്രു സംഘങ്ങളുടെ നടുവിലായിട്ടാണ് ഇവരുള്ളത്. നോക്കണം, ശത്രുവിന്റെ നടുവിലേക്ക് എടുത്തു ചാടിയിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ വളരെ തുച്ഛമായ മുദ്രയോ അല്ലെങ്കിൽ അതുപോലുള്ള ഇതിന് കൊടുക്കുന്ന ഭക്ഷണം, വെള്ളം, വളരെ തുച്ഛമായ യജമാനൻ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ഈ കുതിര ഓടുകയാണ്, തീപ്പൊരി പറപ്പിക്കുകയാണ്, പൊടി പറത്തുകയാണ്, യുദ്ധത്തിലെടുത്ത് ചാടുകയാണ്, ആരെയും പരിഗണിക്കാതെ ഈ യജമാനനോട് നന്ദി കാണിച്ചുകൊണ്ട്. എന്നാൽ മനുഷ്യൻ അവന്റെ റബ്ബിനോട് ചെയ്യുന്നത് നോക്ക്, എന്താണ്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. والمقسم عليه قوله إن الإنسان لربه لكنود. ഇതുവരെയാണ് സത്യമുള്ളത്. സത്യം ചെയ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെയുള്ള ആയത്തുകൾ. എത്ര ആയത്തുകളാണ്? والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فعثرن به نقعا فوسطن به جمعا. 5 ആയത്തുകൾ. എന്നിട്ട് അല്ലാഹു മുഖ്സം അലൈഹി പറയുന്നു. മുഖ്സം അലൈഹി എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തിട്ട് എന്താണോ കാര്യം പറയുന്നത്, സത്യം ചെയ്താൽ അവിടെ ഒരു കാര്യം ഉണ്ടാകണം. വെറുതെ സത്യം ചെയ്യൂല. സത്യം ചെയ്ത് ഈ പറയുന്ന കാര്യം എത്ര സത്യമാണോ അത്രത്തോളം ഇനി പറയാൻ പോകുന്ന കാര്യം സത്യമാണ് എന്നാണ് അതിന്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലല്ലാതെ നമ്മൾ സത്യം ചെയ്യാൻ പാടില്ല. അല്ലാഹു അവർ ഉദ്ദേശിക്കുന്നവരുടെ പേരിൽ സത്യം ചെയ്യും. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അല്ലാഹുവിനെ ചോദ്യം ചെയ്യപ്പെടുകയില്ല, അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുകയില്ല. വഹും യുസ്അലൂൻ, അവരാണ് ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകൾ. നമ്മളോട് അല്ലാഹു ചോദിക്കും. അല്ലാഹു യഫ്അലു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യും. ഫഅാലുൻ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അവൻ
ഉദ്ദേശിച്ചതാണ് ഇങ്ങനെ സത്യം ചെയ്യാന്നുള്ളത്. അതിന്റെ ബാക്കിയുള്ള ഹിക്മത്തുകൾ അള്ളാഹു നന്നായി അറിയുന്നവനാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ് ഔ ലിയസ്മുത്, ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ശിർക്ക് അഖീദയിൽ കലർന്നു പോയിട്ടുള്ള ആളുകൾക്ക് കള്ളസത്യം അള്ളാഹുവിന്റെ പേരിൽ ചെയ്യാൻ ഒരു പേടി ഉണ്ടാവില്ല. എന്നാൽ അവൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന വലിയന്റെ പേരിൽ സത്യം ചെയ്യാൻ പറഞ്ഞു നോക്ക്, അപ്പോ പേടിച്ചു വറക്കാൻ തുടങ്ങും. കാരണം എന്താ? അള്ളാഹുവിനെ കുറിച്ചൊരു പേടിയില്ല, റബ്ബിനെ കുറിച്ച് പേടിയില്ല. ഈ വലിയനാണ് അവന് അള്ളാഹുവിനേക്കാളും പേടിയുള്ളത്, അല്ലെങ്കിൽ സ്നേഹമുള്ളത്. അത് മാസിയത്തിന്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണല്ലോ. അള്ളാഹുവിനെ ധിക്കരിക്കാൻ ഒരാൾക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് പേടിയില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യും. എന്നാൽ ഏതെങ്കിലും ഔലിയാന്റെ കുരുത്തക്കേട് കിട്ടുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ പേടിയാണ്. അങ്ങനെ പറയണ്ട, കാരണം എന്താ? അതാ വലിയുള്ളാക്ക് ഇഷ്ടമല്ല. കാരണം പേടി ആരെയാണ്? ഇയാളെ, അള്ളാഹുവിനെ അല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ വിധത്തിലുള്ള ശിർക്കിൽ നിന്ന് നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു യഹൂദി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അത്ര നല്ല ഉമ്മത്താണ്, ലൗലാ അന്നകും തുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ലെങ്കിൽ. ആരോട് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു യഹൂദി ഒന്ന് പറയാൻ. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സുബ്ഹാനല്ലാഹ് വമാ ദാക്, നബിയെ സുബ്ഹാനല്ലാഹ് എന്താണത്? അപ്പൊ അയാൾ പറഞ്ഞു, മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറയുന്നുണ്ട്, വൽ കഅബ, വൽ കഅബതി, എന്താ അർത്ഥം? കഅബയാണ് സത്യം. വൽ കഅബതി, കഅബയാണ് സത്യം എന്ന് പറയുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്, മറിച്ച് പറയേണ്ടത് എന്താണ്? വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം എന്നാണ് പറയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ മുസ്ലിങ്ങളെ തിരുത്തുകയാണ്. നീ ആരാ ഇതൊന്ന് പറയാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചില്ല. യഹൂദി ഇപ്പൊ നമ്മളെ ദീൻ പഠിപ്പിക്കാൻ വന്നിക്ക എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല. മറിച്ച് പറയുന്ന കാര്യമാണ് പരിഗണിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. അത് ശിർക്കാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറയാൻ കഴിയില്ല. അതിനേക്കാളും അഫ്ളൽ എന്താണ്? അള്ളാഹുവാണ് സത്യം എന്ന് പറയലാണ്. പക്ഷെ പരിശുദ്ധ ഖുർആനാണ് സത്യം എന്ന് പറഞ്ഞാൽ അതെന്തല്ല? ശിർക്കല്ല. കാരണം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഖൽഖല്ല, അള്ളാഹുവിന്റെ പടപ്പല്ല, മറിച്ച് എന്താണ്? അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ സിഫത്തിനോട് ഇസ്തിആനത്ത് വരെ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അഊദു ബി കലിമാത്തില്ലാഹ്, എന്താണ് കലിമാത്തില്ലാഹ്? അഊദു ബില്ലാഹ് എന്ന് പറയുന്നത് പോലെ അഊദു ബി കലിമാത്തില്ലാഹ്, അള്ളാഹുവിന്റെ കലിമത്തിനോട് ഞാൻ ഇസ്തിആനത്ത് തേടുന്നു, രക്ഷ തേടുന്നു. ഈ പ്രാർത്ഥനയാണ് ഇമാം അഹ്മദ് തെളിവ് പിടിച്ചിട്ടുള്ളത്. എന്തിന്? ഖുർആൻ അള്ളാഹുവിന്റെ ഖൽഖല്ല എന്നുള്ളത്. കാരണം ഖൽഖായിരുന്നുവെങ്കിൽ റസൂൽ ഇസ്തിആനത്ത് നടത്തൂല. ലിഅന്നഹു ലാ യുസ്തആദു ബിമഖ്ലൂഖിൻ, ഒരു പടപ്പിനോട് രക്ഷ തേടാൻ പാടില്ലല്ലോ. അപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ പടപ്പല്ല എന്നതിന് ഈ ദുആ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് തെളിവ് പിടിച്ചിട്ടുണ്ട് ആ ഖൽഖുൽ ഖുർആന്റെ വിഷയത്തിൽ. എന്നതുപോലെ സത്യം അള്ളാഹുവിന്റെ കലാമാണ് സത്യം, ഖുർആനാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല, അത് അനുവദനീയമാണെന്ന് പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഫ്ളൽ എന്ത് തന്നെയാണ്? വല്ലാഹി എന്ന് സത്യം ചെയ്യലാണ്. അതിൽ ഒരു മുൻ മാതൃക കാണാത്തതിനാൽ, ഖുർആനിൽ സത്യം ചെയ്യുന്നതിന് മാതൃകയില്ലാത്തതിനാൽ. വല്ലാഹു അലം. വൽ മുഖ്സം അലൈഹി, സത്യം ചെയ്തിട്ട് പറയുന്ന കാര്യം എന്താണ്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇന്നൽ ഇൻസാന, എന്താണ് ഇന്ന എന്ന് പറഞ്ഞാൽ? തീർച്ചയായും. അൽ ഇൻസാൻ മനുഷ്യൻ, ലിറബ്ബിഹി അവന്റെ റബ്ബിനോട്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അൽ ഖാലിഖ്, അൽ മാലിക്, അൽ മുദബ്ബിർ, സൃഷ്ടാവായ, ഉടമസ്ഥനായ, നിയന്ത്രിക്കുന്നവനായവൻ.
പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ. നബിമാരുടെ ദുആയിൽ കൂടുതൽ അള്ളാഹുവിനെ വിളിച്ചിട്ടുള്ളത് എന്താണ്? റബ്ബി, റബ്ബന എന്നാണ്. ആ മനുഷ്യൻ അവന്റെ റബ്ബിനോട് ലകനൂദ്. എന്താണ് കനൂദ് എന്ന് പറഞ്ഞാൽ? നന്ദി കെട്ടവൻ. അതിന് നമുക്ക് ഒറ്റ വാക്കിൽ അങ്ങനെ അർത്ഥം പറയാം. അതിന്റെ വിശദീകരണം ലമനൂഉൻ ലിൽ ഖൈർ. ലമനൂഉൻ ലിൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ? മനൂ, ഖൈർ മുടക്കുക, ഖൈർ കൊടുക്കാതെ പിടിച്ചു വെക്കുക. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്. അല്ലാഹു പറഞ്ഞില്ലേ, നന്മ മുടക്കുന്നവൻ, ഖൈർ കൊടുക്കാതെ അല്ലെങ്കിൽ കൊടുക്കുന്നവരെയും തടയുക. അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ. ചില ആളുകളുണ്ട്, അവർ സ്വയം പിശുക്കരാണ്, ജനങ്ങളോട് അവർ പിശുക്ക് കൽപ്പിക്കുകയും ചെയ്യും. ആരെങ്കിലും കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മുടക്കുന്ന ആളുകൾ. വലിയ തെറ്റാണത്, വലിയ തെറ്റാണ്. അള്ളാഹു പ്രത്യേകം ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ് എന്ന് പറഞ്ഞതുപോലെ ലമനൂഉൻ ലിൽ ഖൈർ അല്ലദീ അലൈഹി ലറബ്ബിഹി فطبيعة الإنسان وجبلته أن نفسه لا تسمح بما عليه من الحقوق. മനുഷ്യന്റെ ത്വബീഅത്ത് എന്താണ്? ത്വബീഅ എന്ന് പറഞ്ഞാൽ പ്രകൃതി, ജിബില്ല, അവനെ പടച്ചിട്ടുള്ള അവന്റെ പൊതു പ്രകൃതി എങ്ങനെയാണ്? മനുഷ്യന് ചില പൊതു സ്വഭാവങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ അള്ളാഹു ഹിദായത്ത് നൽകിയ ആളുകൾ മാത്രമാണ്. അതിൽപ്പെട്ടതാണ് ആജല. ആജലത്ത് എന്താ? ധൃതിയും അതുപോലെ ആർത്തിയും, വേഗം കിട്ടണം എന്നുള്ളത്. ഇൻസാനു ആജൂല, അള്ളാഹു പറഞ്ഞതാണ്, മനുഷ്യൻ ആജൂലാണ്. അതുപോലെ അത്യാഗ്രഹം, തൃപ്തി ഇല്ലാതിരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബ് അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ വലൻ യംലഅ ഫാഹു ഇല്ല തുറാബ്. ഒരു മനുഷ്യൻ അയാൾക്ക് സ്വർണത്തിന്റെ ഒരു താഴ്വര കിട്ടിയാൽ രണ്ടാമതൊന്നും ഉണ്ടാകാൻ ആഗ്രഹിക്കും. മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല. അതുപോലെ പ്രായമേറും തോറും കൂടി വരുമെന്ന് പറഞ്ഞ സംഭവങ്ങൾ എന്തൊക്കെ? ജീവിക്കാനുള്ള ആയുസിനോടുള്ള ആർത്തിയും അതുപോലെ പണത്തോടുള്ള ആർത്തിയും. ഇങ്ങനെ മനുഷ്യന്റെ പൊതു സ്വഭാവങ്ങളിൽപ്പെട്ട ഒന്നാണ് നന്ദികേട്. അവകാശങ്ങൾ, അവന്റെ ബാധ്യതകൾ കൊടുക്കാതിരിക്കുക എന്നത്. പൂർണ്ണമായി അവൻ ചെയ്യേണ്ട ബാധ്യതകൾ പൂർണ്ണമായി കൊടുക്കാതെ, തീർക്കാതെ അതിലൊക്കെ കമ്മി വരുത്തുക എന്നുള്ളത് മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്. ബൽ തബീഅത്തുഹൽ കസൽ വൽ മൻ. അവന്റെ പൊതു സ്വഭാവം എന്താണ്? കസൽ, മടി, അലസത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് രക്ഷ തേടാറുണ്ടായിരുന്ന ഒരു സ്വഭാവമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ اللهم إني أعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال. اللهم إني أعوذ بك من الهم والحزن أو حزن. حزن أنه حزن نبرك دكتين. هم എന്ന് പറഞ്ഞാൽ ദുഃഖം, ഹസൻ എന്ന് പറഞ്ഞാൽ ദുഃഖം. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഉള്ള ദുഃഖമാണത്. ഇനിയിപ്പോ അങ്ങനെ നടക്കുള്ളൂ, അങ്ങനെ വിചാരിക്കില്ല നമ്മൾ. ഇനി അങ്ങനെ വരുള്ളൂ എന്ന് വിചാരിച്ച് വരുന്നതിനെ കുറിച്ചുള്ള ആദി, അതാണ് ഹം എന്ന് പറഞ്ഞാൽ. ഹസൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ്. അങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെ പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ദുഃഖം. അത് നമ്മൾ ദുഃഖിച്ചാലും ഇല്ലെങ്കിലും കഴിഞ്ഞ സംഭവം അത് കഴിഞ്ഞു. ഇനി നമ്മൾ ദുഃഖിച്ചാലും അതങ്ങനെ തന്നെയാണ്. ഒരാൾ മരിച്ചിട്ടാണ് ദുഃഖിക്കുന്നതെങ്കിൽ അത് തിരിച്ചു വരില്ല. ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കാര്യം ഇല്ല. മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി. അജ്സ് എന്താണ്? അജ്സ് ദൗർബല്യം, കഴിയാതായി പോവുക, അശക്തി എന്നൊക്കെ അതിന് മലയാളത്തിൽ അർത്ഥം പറയാം. ആജിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ, അഅജസുൻ നാസി മൻ അജസ അനി ദുആ വഅബ്ഖലു നാസി മൻ ബഖില ബിസ്സലാം. ജനങ്ങളിൽ ഏറ്റവും അശക്തരായ ആൾ ആരാണ്? ദുആ ചെയ്യാൻ അശക്തനായവനാണ്. അവന് തൗഫീഖില്ല, ദുആ ചെയ്യാൻ നേരില്ല, അങ്ങനെയുള്ളവൻ, അവനാണ് ഒന്നിനും പറ്റാത്തവൻ. വഅബ്ഖലു നാസ്, ജനങ്ങളിൽ ഏറ്റവും പിശുക്കൻ ആരാണ്? മൻ ബഖില ബിസ്സലാം,
സലാം പറയാൻ പിശുക്കിയവൻ, സലാം പറയാൻ പിശുക്കിയവൻ. സലാം വ്യാപിപ്പിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. ഹുബ്ബുണ്ടാവും പരസ്പരം. ആ ഹുബ്ബില്ലാതെ ഈമാൻ ഉണ്ടാവുകയില്ല, ഈമാൻ ഇല്ലാതെ സ്വർഗത്തിൽ പോവുകയില്ല. വൽ ആജിസി വൽ കസ്ൽ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയ കാര്യമാണ് കസ്ൽ. കസ്ൽ എന്താ? കസ്ൽ മടി, അലസത. اللهم إني أعوذ بك من الهم والحزن والعجز والكسل والجبن والبخل. ജുബൻ എന്താണ്? ജുബൻ ദുആ ചെയ്യാറില്ലേ? ഇത് ഈ ദുആന്റെ അർത്ഥം പഠിക്കണം. ഓരോന്നും എന്തിൽ നിന്നാണ് അള്ളാഹുവിനോട് ഇസ്തിആത്ത് തേടുന്നത്, എന്നാൽ മാത്രമേ ആ ഇസ്തിആത്തും ദുആ ദിക്റും അൻഫഅവുകയുള്ളൂ, അഥവാ ഉപകാരപ്രദമാവുകയുള്ളൂ. ഉലമാക്കൾ പറഞ്ഞു, ഒരു ദിക്ർ, ഒരു ദുആ അത് ഉപകാരപ്രദമാകണമെങ്കിൽ പല ശുറൂത്തുണ്ട്. ഒന്ന് എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. അല്ലാത്ത ദിക്ർ 6666, 9999, മൻസിൽ, മഫാസ് എന്നൊക്കെ തുടങ്ങിയുള്ള കള്ളദിക്റുകൾ. കള്ളദിക്റുകൾ എന്ന് പറഞ്ഞാൽ ആയത്ത് കൊടുത്തിട്ടുണ്ടാവും, ഹദീസ് കൊടുത്തിട്ടുണ്ടാവും, എന്നാലേ ആളുകൾ വാങ്ങുള്ളൂ. ഒരു വിഷം അങ്ങനെ തന്നെ കൊടുത്ത ആളുകൾ കുടിക്കൂല, അത് വേറെ എന്തെങ്കിലും കലർത്തിൽ കൊടുക്കണം, എന്നാലേ ആളുകൾ വാങ്ങിക്കുള്ളൂ. എന്നതുപോലെ പല വീടുകളിൽ കാണുന്ന ഈ പുസ്തകങ്ങൾ, അത് ഒരുപാട് കള്ള ദിക്റുകളും. ഇനി പറഞ്ഞിട്ടുള്ള ദിക്റുകൾക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പഠിപ്പിക്കാത്ത എണ്ണങ്ങൾ, ആളുകളുടെ എല്ലാ അമല് പൊളിച്ചു കളയാനുള്ള പരിപാടികളാണ് അതൊക്കെ. ബിദഅത്തിന്റെ ദിക്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, അത് ഒഴിവാക്കാൻ പറയണം. അങ്ങനെയുള്ള പുസ്തകങ്ങൾ മുസ്ലിം ഉമ്മത്തിനുണ്ടായിട്ടുള്ള ഫിത്നയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. അല്ലാഹു ഏതൊരു ബിദ്അത്തുകാരനെയും തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു, അവൻ ആ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റുകളിൽ ഉനിയത്തുണ്ട്, അത് മതി, അതിൽ ഐശ്വര്യമുണ്ട്. അത് ചൊല്ലാൻ തന്നെ തീരുമാനിച്ചാൽ, എല്ലാം ചൊല്ലാൻ തീരുമാനിച്ചാൽ നമുക്ക് അത് ധാരാളമാണ്. സമയം മുഴുവൻ അതിന് തന്നെ മതി. പിന്നെ എന്തിനില്ലാത്ത ദിക്റുകൾ? അതുകൊണ്ട് അത് പഠിക്കണം. അങ്ങനെയുള്ള ഉള്ളത് ഏതാണ്, ഇല്ലാത്തത് ഏതാണെന്ന് നമ്മൾ പഠിക്കണം. ഈ പറയപ്പെട്ട പുസ്തകങ്ങളിലുള്ളതുപോലെ ഇല്ലാത്തത് ചൊല്ലാൻ പാടില്ല, ഉള്ളതായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചായിരിക്കണം. 2, അതിന്റെ മാന അറിയണം. മാന എന്താ? അർത്ഥം. എന്നാലേ അത് ഫലപ്രദമാവുകയുള്ളൂ. അതിന്റെ മഖ്സദ്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതറിയണം, എന്നാലേ ദിക്ർ ഫലപ്രദമാണ്. അതുപോലെ നാവിനെ കൽബ് പിന്നാലെ പോണം. കൽബ് നാവിന്റെ അല്ലെങ്കിൽ നാവ് കൽബിന്റെ പിന്നാലെ പോണം, അല്ലാതെ നാവ് കൊണ്ട് മാത്രമായി പോകാൻ പാടില്ല. ഇങ്ങനെ ഒരു ചൊല്ലൽ, ഇയാൾ എന്താണ് ചൊല്ലുന്നത്, എത്ര ചൊല്ലി എന്ന് ഇയാൾക്കെന്നറിയില്ല, അതിങ്ങനെ സ്വിച്ചിട്ടതുപോലെ അങ്ങനെ ചൊല്ലിപ്പോകും. അത് പാടില്ല. മറിച്ച് കൽബറിഞ്ഞ് മനസ്സറിഞ്ഞ് നാവ് കൊണ്ട് ചൊല്ലണം, അർത്ഥം അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. ഈ വക നിബന്ധനകൾ പാലിച്ചാലേ അത് ഏറ്റവും ഉപകാരപ്രദമാവുകയുള്ളൂ. റസൂലുള്ളാഹി ചെയ്യാത്ത ചെയ്താൽ അതിന് പ്രതിഫലമില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ നമ്മൾ പാപം പേറേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വൽആജിസ് വൽകസൽ വൽജുബൻ, ജുബൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം, പേടി. വൽജുബൻ വൽബുഖൽ, ബുഖൽ എന്താണ്? പിശുക്ക്. വളഅഇദ്ദൈൻ, കടം കൊണ്ടുള്ള പ്രയാസം. വഗലബത്തിൽ റിജാൽ, ആളുകൾ നമ്മെ തോൽപ്പിച്ച് കളയുക. ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആദത്ത് തേടിയ ദുആ ആണ്. اللهم إني أعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال. ഈ പറയപ്പെട്ട കസൽ, ഈ അലസത മനുഷ്യന്റെ സ്വഭാവമാണ്. والمنع لما عليه من الحقوق المالية والبدنية, അവൻ സാമ്പത്തികമായും ശാരീരികമായും അവൻ കൊടുത്തു തീർക്കേണ്ട, അവൻ ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ കൊടുക്കാതിരിക്കുക, അത് ചെയ്യാൻ അലസത, അതിനോട് ഒരു തടസ്സ സ്വഭാവം, അതാണ് മനുഷ്യന്റെ പൊതു സ്വഭാവം. ഇല്ലാ മൻ ഹദാഹുല്ലാഹ്, ആരൊഴികെ? അള്ളാഹു നേർവഴി കാണിച്ചു കൊടുത്തന്നെ ഒഴികെ.
وخرج عن هذا الوصف إلى وصف السماح بأداء الحقوق. ഈ പറയപ്പെട്ട വിശേഷണങ്ങളിൽ നിന്ന് കെനൂദ് എന്ന് പറയുന്ന, അതുപോലെ അവൻ ഹുബ്ബുൽ ഖൈർ, അതാണ് ഇവനെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള സ്വഭാവത്തിൽ നിന്ന് പുറത്തു കടന്നവനൊഴികെ അതിൽ നിന്ന് ഏത് സ്വഭാവത്തിലേക്ക് പോകുക? സമാഹ്. സമാഹ് എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയുടെ, കൊടുക്കുന്ന. അൽ ഹനീഫിയത്തു സംഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദീൻ എന്താണ്? അൽ ഹനീഫിയത്തു സംഹ. ഹനീഫിയ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്താണ്. ശിർക്കിൽ നിന്ന് പൂർണ്ണമായി മാറിയ നേരായ മനസ്സുള്ളവരുടെ മാർഗം. അതുപോലെ സംഹ. സംഹ എന്ന് പറഞ്ഞാൽ കൊടുക്കുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ആളുകളോട് അവർക്കുള്ള ബാധ്യതകൾ കൊടുക്കുകയും ബാധ്യതക്കപ്പുറം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമാഹത്തിന്റെ ഇസ്മഹ് എന്ന് പറയില്ല അല്ലെ? സമാഹത്ത് ഷേഖ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള വാക്കാണ് ഇസ്മഹ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഉപകാരത്തിന് അഭ്യർത്ഥിക്കാനുള്ള വാക്കാണത്. ഇസ്മഹ് എന്ന് പറയാറില്ലേ ആ വാക്ക്. വഇന്നഹു അലാ ദാലിക ലശഹീദ്. ഇതാണ് പൊതു സ്വഭാവം. നേരത്തെ പറഞ്ഞ കെനൂദ് എന്നതാണ് പൊതു സ്വഭാവം. വഇന്നഹു അലാ ദാലിക ലശഹീദ്. വഇന്നഹു എന്താണ്? ഇന്നഹു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൻ. അവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രണ്ട് തഫ്സീറുകൾ വന്നിട്ടുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞു. ഒന്ന് ഈ മനുഷ്യൻ തന്നെ, മറ്റൊന്ന് അള്ളാഹു തന്നെ. വായിക്കാം. أي إن الإنسان على ما يعرف من نفسه من المنع والكند لشاهد بذلك. മനുഷ്യന് അവനെ കുറിച്ച് അറിയാം. അവനെന്താണ്? പിഷ്കനാണ്. എവിടെയെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് കേട്ടാൽ നമുക്കെന്നെ അറിയാം, എനിക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചിന്ത ആ സമയത്ത് തന്നെ വരും. കാരണം എന്താണ്? നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ നന്നായിട്ട് അറിയാം. കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ. അള്ളാഹു പറഞ്ഞല്ലോ, പരലോകത്ത് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി എന്ന് പറഞ്ഞു. നിന്റെ കിതാബ് നീ വായിക്ക്. കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ. നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതിയായവനാണ് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന് അവന്റെ ഈ സ്വഭാവം, ഈ നന്ദികേടും അതുപോലെ കൊടുക്കാതിരിക്കുന്ന സ്വഭാവമൊക്കെ അവന് തന്നെ അറിയാം. അതുകൊണ്ട് അവൻ അതിൽ സാക്ഷിയാണ്. ലാ യജ്ഹദുഹു വലാ യുൻകിറുഹു. അവനത് നിഷേധിക്കുകയില്ല, നിഷേധിക്കാൻ കഴിയൂലവൻ. അവൻ ഞാൻ അങ്ങനെയല്ല എന്ന് പറയുകയില്ല. ലിഅന്ന ദാലിക അംറുൻ ബയ്യിനുൻ വാളിഹുൻ. കാരണം അത് വളരെ വ്യക്തമായ, വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമാണ്. വയുഹ്തമലു. ഇതാണ് അടുത്ത വിശദീകരണം. വയുഹ്തമലു ഈ വഇന്നഹു അലാ ദാലിക ലശഹീദ് എന്ന് പറഞ്ഞതിൽ ഇന്നഹു അവൻ എന്ന് പറഞ്ഞത് ആരാണ്? അത് തൊട്ടുമുള്ള ആയത്തിൽ രണ്ടും വന്നല്ലോ. ഇൻസാനും വന്നു, അവന്റെ റബ്ബും വന്നു അല്ലെ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂൻ. മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. വഇന്നഹു അവൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇൻസാൻ ആണെങ്കിലാണ് ഈ പറഞ്ഞ വിശദീകരണം, അല്ലെങ്കിൽ അവന്റെ റബ്ബ്. അവന്റെ വയുഹ്തമലു അന്ന ളമീറ ആയിദുൻ ഇലല്ലാഹി തആല. ആ ലമീർ എന്ന് പറഞ്ഞാൽ ഹു, അതാണ് ലമീർ. ഇന്നഹു അവൻ, അത് അള്ളാഹുവിലേക്കാണ് ലമീർ മടങ്ങുന്നത് എന്നും ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താവും അർത്ഥം? ഇന്നൽ അബ്ദ ലിറബ്ബിഹി ലകനൂത് വല്ലാഹു ഷഹീദുൻ അലാ ദാലിക്. മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്, അള്ളാഹു അതിന് സാക്ഷിയാണ്. ഫഫീഹിൽ വഈദ് വത്തഹ്ദീദു ശദീദ്. അങ്ങനെ പറയുമ്പോൾ അതിലുണ്ട് എന്താണ്? വഈദ്, താക്കീതുണ്ട്. വത്തഹ്ദീദ്, ഭീഷണിയുണ്ട്. അശ്ശദീദ്, ശക്തമായ താക്കീതുണ്ട്. ലിമൻ ഹുവ ലിറബ്ബിഹി കനൂത്. ആരാണോ റബ്ബിനോട് നന്ദി കെട്ട സ്വഭാവമുള്ളത് അവനുള്ള സന്ദേശമാണത്. കാരണം റബ്ബതിന് സാക്ഷിയാണ്, നിന്റെ റബ്ബതിന് സാക്ഷിയാണ്, നീ അത് മറന്നു പോകരുത്. ബിഅന്ന അല്ലാഹ അലൈഹി ഷഹീദ്. അള്ളാഹു അവന്റെ മുകളിൽ സാക്ഷിയാണെന്നതിന്. അള്ളാഹു റബ്ബുൽ ആലമീൻ പലതവണ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, അള്ളാഹു ഷഹീദായി മതിയായവനാണ്, നിനക്ക് സാക്ഷിയായി അള്ളാഹു മതി. വകഫാ ബില്ലാഹി ഷഹീദ വകഫാ ബില്ലാഹി ഹസീബ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ അള്ളാഹു വിചാരണ ചെയ്യാൻ അള്ളാഹു തന്നെ മതി, സാക്ഷിയായി അള്ളാഹു തന്നെ മതി. ഖബീറാണ് അള്ളാഹു, സൂക്ഷ്മമായി അറിയുന്നവനാണ്. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നവനാണ്, മനസ്സുകളിൽ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നവനാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരില പോലും വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ.
يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله. മോനെ, എന്റെ കുഞ്ഞുമോനെ, ഒരു അണുമണി തൂക്കമുള്ള ഒരു കാര്യമാണെങ്കിലും അത് ആകാശത്തെവിടെയാണെങ്കിലും ഭൂമിയിൽ എവിടെയാണെങ്കിലും ഒരു പാറയിലാണെങ്കിലും ശരി, അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. അള്ളാഹു ഖബീറാണ്, അവൻ ഷഹീദാണ്, അതുപോലെ അവൻ അലീമാണ്. എന്താണ് അലീം എന്ന് പറഞ്ഞാൽ? എല്ലാം അറിയുന്ന, അല്ലാമുൽ ഗുയൂബ്. എന്താണ്? അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. യഅലമു മാ ഫി സുദൂർ, നെഞ്ചകങ്ങളിലുള്ളത് അറിയുന്നവനാണ്. ആ അള്ളാഹുവിന്റെ ഈ വകയുള്ള പേരുകൾ ഒരിക്കലും മറക്കരുത്. എന്താണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്? അള്ളാഹു എല്ലാം കാണും എന്ന്. അള്ളാഹു അങ്ങനെ ഒരു പേരുണ്ട്, അത് ആദ്യം പഠിപ്പിക്കും. അതുപോലെ അതിന്റെ അർത്ഥം പേര് മാത്രമല്ല, ഒരു പേരെന്ന നിലക്ക്, അലം എന്ന നിലക്ക്, അതായത് അള്ളാഹുവിനെ വിളിക്കാവുന്ന ഒരു പേരെന്ന നിലക്ക് അവന്റെ പേരാണ്, ഇസ്മാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അലീം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് എന്താണ്? അള്ളാഹു എല്ലാം അറിയുന്നവൻ. മൂന്നാമത്തേത് എന്താണ് അതിന് നമുക്ക് കിട്ടാനുള്ളത്? സിഫത്താണത്. അതുപോലെ അതനുസരിച്ച് നമ്മുടെ അമൽ ശരിയാക്കണം. കാരണം അള്ളാഹു കാണും, അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ വിചാരണ ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ഇസ്മുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ലിമൻ ഹുവ ലിറബ്ബിഹി കനുബി അന്നല്ലാഹ അലൈഹി ഷഹീദ്. അടുത്ത ആയത്ത് എന്താണ്? വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. വഇന്നഹു, തീർച്ചയായും അവൻ, ഇവിടെ ഇൻസാനാണ് ഉദ്ദേശം. ലിഹുബ്ബിൽ ഖൈർ. മാ മാന ഹുബ്? ഹുബിന്റെ അർത്ഥം എന്താണ്? സ്നേഹം, സ്നേഹം. ഹുബ്, മഹബ്ബ, ഹുബ്. ലിഹുബ്ബിൽ ഖൈർ, ഖൈറിനോടുള്ള സ്നേഹം. ഇവിടെ ഖൈർ എന്ന് പറഞ്ഞാൽ മാൽ, സമ്പത്താണ് ഉദ്ദേശം. അവിടെ സമ്പത്തിന് അള്ളാഹു ഖൈർ എന്ന് പറയാൻ കാരണം എന്താണ്? മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. കാരണം എന്താണ്? മനുഷ്യൻ അതിനെ കാണുന്നത് ഖൈറായിട്ടാണ് എന്നതുകൊണ്ടാണ്. കാരണം സമ്പത്ത് ഷർറായി മാറിയേക്കാം, ഷർറുമാണ് ഖൈറുമാണ്. പക്ഷേ മനുഷ്യൻ അതിനെ കാണുന്നത് ഖൈറായിട്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത് പ്രയോഗിച്ചിട്ടുള്ളത്. അതിന് ഉദാഹരണം പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു യുദ്ധത്തെ കുറിച്ച് ലം യംസസ്കും സൂ എന്ന് പറഞ്ഞു. നിങ്ങളെ ആ മോശമായത് ബാധിച്ചില്ല, യുദ്ധം ചെയ്യേണ്ടി വന്നില്ല എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് അത് സൂ ആണോ, മോശമാണോ? അല്ല. പക്ഷെ യുദ്ധത്തെ പൊതുവായി മനുഷ്യൻ കാണുന്നത് എങ്ങനെയാണ്? നല്ല കാര്യമായിട്ടല്ല. പൊതുവെ മനുഷ്യൻ യുദ്ധം, സമാധാനമില്ലായ്മ വെറുക്കുന്നവനാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. അതുപോലുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മാ മാന ഷദീദ്? ഷദീദിന്റെ അർത്ഥം എന്താണ്? കഠിനമായത്. തീർച്ചയായും അവന്റെ പണത്തോടുള്ള ആർത്തി, സ്നേഹം, അത് വളരെ കഠിനമായതാണ്. വഇന്നഹു അൽ ഇൻസാൻ ലിഹുബ്ബിൽ ഖൈർ ഐ അൽ മാൽ ഷദീദ് ഐ കസീറുൽ ഹുബ്ബി ലിൽമാൽ وحبه لذلك هو الذي أوجب له ترك الحقوق الواجبة عليه. ഈ സമ്പത്തിനോടുള്ള സ്നേഹമാണ് നിർബന്ധമായും അവൻ ചെയ്യേണ്ട ബാധ്യതകളിൽ നിന്ന് അവനെ തടഞ്ഞിട്ടുള്ളത്. അത് ശരിയല്ലേ? ശരിയല്ലേ? ആണ്. ഏത് കാര്യം വരുമ്പോഴും നമ്മൾക്ക് ആദ്യം ചിന്ത പോവുക അതായിരിക്കും. ദീനിയായ ഒരു കാര്യം ആണെങ്കിലും, നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണെങ്കിലും, ഇതിപ്പോ വിട്ടാൽ നടക്കൂലല്ലോ, ജീവിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ശൈത്താൻ നമുക്ക് ഓർമ്മിപ്പിച്ചു തരും. ശൈത്താൻ ഓർമ്മിപ്പിച്ചു തരുന്നത്, വാഗ്ദാനം ചെയ്യുന്നത് ഫഖറാണ്, ദാരിദ്ര്യത്തെ കുറിച്ചാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് എന്താണ്? അവന്റെ മഗ്ഫിറത്താണ്. അശ്ശൈത്താനു യഅദുകുമുൽ ഫഖറ വയഅ്മുറുകും. എന്താണ് ആയത്? അള്ളാഹു പറയുകയാണ്, പിശാച് നിങ്ങൾക്ക് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളോട് വൃത്തികേടുകൾ ചെയ്യാൻ കൽപ്പിക്കും. വല്ലാഹു യഅദുകും മഗ്ഫിറ, വല്ലാഹു യഅദുകും മഗ്ഫിറ. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്താണ്? അവന്റെ മഗ്ഫിറത്തും അവന്റെ ഫദ്ലാണ്, അവന്റെ ഫദ്ലുമാണ്. ഫദ്ൽ എന്താണ്? അള്ളാഹുവിന്റെ ഔദാര്യം. അപ്പൊ ദാരിദ്ര്യത്തെ കുറിച്ച് ഇത് ചെയ്ത ഇപ്പൊ അത് മുടങ്ങും, ഇത് മുടങ്ങും, ഇതിപ്പം വിട്ടാൽ അത് മുടങ്ങും, ഇത് മുടങ്ങും എന്ന് ശൈത്താൻ തോന്നിപ്പിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനം നമ്മൾ മറന്നുപോകും. റസൂലുള്ളാഹി വാഗ്ദാനം ചെയ്തതാണ്, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തിഖാ അല്ലാഹ് ഇല്ലാ അഅതാക അല്ലാഹു ഖൈറൻ മിൻ. നീ അള്ളാഹുവിന് വേണ്ടി എന്ത് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹു അതിനേക്കാളും നല്ലത് നിനക്ക് തരാതിരിക്കില്ല. അത് എന്താകട്ടെ, ഒരു സ്ഥാനമാകട്ടെ, ഒരു സമ്പത്താകട്ടെ, എന്താകട്ടെ, അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനേക്കാളും നല്ലത് പകരം നൽകും. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. അള്ളാഹുവിനേക്കാളും സത്യം പറയുന്നവൻ ആരാണുള്ളത്? അള്ളാഹു പറഞ്ഞിട്ടുള്ള സത്യമാണ്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു
مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ അള്ളാഹു പോംവഴി കാണിച്ചു കൊടുക്കും. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവന് റിസ്ക് കൊടുക്കും. അള്ളാഹുവിൽ തവക്കുലാക്കിയവന് അള്ളാഹു മതി. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്. ഈ വാഗ്ദാനം മറപ്പിച്ചു കളയലാണ് ശൈത്താന്റെ പണി. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് എന്താണ് ചെയ്തത്? മറപ്പിച്ചു കളയാണ് ചെയ്തത്. അതുപോലെ ഇല്ലാത്ത വാഗ്ദാനം കൊടുത്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദം. അള്ളാഹുവിന്റെ എത്ര നസീഹത്തുള്ള ആയത്താണിത്, ഒന്ന് നോക്കണം. യാ ബനി ആദം എന്താണ് വിളിച്ചിട്ടുള്ളത്? ആദമിന്റെ മക്കളെ. ലാ യഫ്തിനന്നകുമു ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ആദമിന്റെ മക്കളെ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, നിങ്ങളുടെ ഉപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. എന്തൊരു നല്ല പ്രയോഗമാണ്. യാ ബനി ആദമ ലാ യഫ്തിനന്നകുമു ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അവൻ നിങ്ങളെ വഴിതെറ്റിച്ചു കളയാതിരിക്കട്ടെ, ഫിത്നയിലാക്കാതിരിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ വാക്കാണ്. ഈ സമ്പത്തിനോടുള്ള ആർത്തിയാണ് അവനെ വഴിതെറ്റിച്ചിട്ടുള്ളത്. ദുനിയാവിനോടുള്ള ആർത്തി അതുപോലെ ശൈത്താന്റെ കെണി. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു, മനുഷ്യരെ, ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, അതുകൊണ്ട് ഐഹിക ജീവിതം, ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഗറൂർ എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ പേരാണ്. പരമവഞ്ചകനായ ശൈത്താൻ നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. പരലോകത്ത് വെച്ച് അവൻ പറയും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അവൻ പാലിച്ചിരിക്കുന്നു. വഅദ്തുക്കും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി, ഫഅഖ്ലഫ്, ഞാൻ എന്ത് ചെയ്തു? ഞാനത് ലംഘിച്ചിരിക്കുന്നു. അവൻ പറയും, ഫലമ്മ കഫറ ഖാല ഇന്നി ബരീഉം മിൻക കമസലി ശൈത്താനി ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മ കഫറ ഖാല ഇന്നി ബരീഉം മിൻക. ശൈത്താനെ പോലെ അവൻ കാഫിറാകാൻ മനുഷ്യനോട് പറഞ്ഞു, കുഫർ ചെയ്യാൻ. കുഫർ ചെയ്തപ്പോൾ ശൈത്താൻ എന്ത് പറഞ്ഞു? ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്. ബദറിൽ മുശ്രിക്കുകളെ വഞ്ചിച്ചതുപോലെ മുശ്രിക്കുകളോട് ആദ്യം പറഞ്ഞു, എന്താണ്? وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم. സുറാഖത്തിന്റെ വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, നല്ല കുതിരക്കാരനാണ് സുറാഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ പിടിക്കാൻ വേണ്ടി പോയ ആളുണ്ടല്ലോ, സുറാഖയുടെ വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ആരുമില്ല നിങ്ങളെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞു മുശ്രിക്കുകളുടെ കൂടെ ബദറിൽ കൂടി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഇവൻ പറഞ്ഞു, ഇന്നി അറാ മാ ലാ തറൂൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നത്, ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞോട്. ഗറൂറാണ്, വഞ്ചകനാണ് പിശാച്. وحقه لذلك هو الذي أوجب له ترك الحقوق الواجبة عليه قدم شهوة نفسه على حق ربه. അങ്ങനെയാണ് അവൻ നന്ദി കെട്ടവനായത്. അവന്റെ മനസ്സിന്റെ ഈ ദേഹത്തെ അവൻ റബ്ബിനോടുള്ള എത്ര മണിക്ക് നിസ്കാരം? 19 റബ്ബിനോടുള്ള ഹക്കിനേക്കാളും അവൻ തന്റെ ഷഹ്വ, എന്താണ് ഷഹ്വ? ആഗ്രഹം, മനസ്സിന്റെ ആഗ്രഹം. കൂടുതൽ അത് ആ വാക്ക് പ്രയോഗിക്കാറുള്ളത് ലൈംഗിക മോഹത്തിനാണ്. ഷഹ്വത്ത് എന്ന വാക്ക് കൂടുതൽ പ്രയോഗിക്കാറുണ്ട്. മനസ്സിന്റെ ആഗ്രഹം എന്നാണ് അർത്ഥം. وكل هذا لأنه قصر نظره على هذه الدار. ഇനി ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അവന്റെ നോട്ടം, അവന്റെ താല്പര്യം ഈ ദുനിയാവിലേക്ക് ഒതുക്കിയെന്നുള്ളത് കൊണ്ടാണ്. വഗഫല അനിൽ ആഖിറ, പരലോകത്തെ കുറിച്ച് അവൻ അശ്രദ്ധനായി പോയി എന്നുള്ളത് കൊണ്ടാണ്. വലിഹാദാ ഖാല ഹാസൻ ലഹു അലാ ഖൗഫി യൗമിൽ വഈദ്, അതുകൊണ്ടാണ് ആ പരലോകത്തെ വാഗ്ദത്ത നാളിനെ കുറിച്ച് ഓർക്കാൻ അവനെ താല്പര്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞത് എന്ത്? എന്താ അടുത്ത ആയത്ത്? അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ ഐ ഹല്ല യഅലമു ഹാദൽ മുഖ്തർ, ഈ വഞ്ചിതൻ അവൻ ആലോചിക്കുന്നില്ലേ, അവൻ അറിയുന്നില്ലേ? ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഖബറിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ അഖ്റജല്ലാഹുൽ അംവാത മിൻ ഖുബൂരിഹിം ലിഹശ്രിഹിം വനുശൂരിഹിം, ഖബറിലുള്ളവരൊക്കെ എഴുന്നേറ്റ് ആ മഹ്ശറ, ആ മുറ്റത്ത് പിന്നെ ഒന്നും ആലോചിക്കുകയില്ല. പരസ്പരം വസ്ത്രമില്ലാതെയാണ് ആളുകൾ പരസ്പരം കാണുന്നത് ആളുകളുള്ളത്, എന്നിട്ട് അതുപോലും ചിന്തിക്കാൻ അവർക്ക് നേരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതിനേക്കാളും എത്രയോ ഗൗരവമാണ് കാര്യം. ഒരു മനുഷ്യൻ സ്വന്തം മക്കളിൽ നിന്ന്, അതുപോലെ സൗജിൽ നിന്ന് ഒക്കെ ഓടിയകലുന്ന ദിവസം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി, സ്വന്തം ഉപ്പയിൽ നിന്ന്, മക്കളിൽ നിന്ന്, എല്ലാവരിൽ നിന്നും പരസ്പരം ഓടിയകന്ന് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആ നാൾ. وحصل ما في الصدور أي ظهر وبان ما فيها وما استتر في الصدور من كمائن الخير والشر. മനസ്സിലുള്ളത് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത് ഖിയാമത്തിനല്ല. വഹസ്സില പുറത്തേക്ക് വരപ്പെട്ടാൽ, വെളിവാക്കപ്പെട്ടാൽ, മാഫി സുദൂർ നെഞ്ചകങ്ങളിലുള്ളത് എന്താണോ അത്. അതുകൊണ്ടാണ് ആ ദിവസത്തിന്റെ ഒരു പേര് യൗമുത് തഗാബുൻ. തഗാബുൻ എന്നൊരു സൂറത്തില്ല ഖുർആനിൽ, രഹസ്യം വെളിപ്പെടുന്ന നാൾ എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാം പുറത്താകും. എന്താണ് ഹൈറാണോ ഉണ്ടായിരുന്നത്, ഷർറാണോ ഉണ്ടായിരുന്നത് എന്ന് വെളിവാകും. ഇവിടുത്തെ ഷർറിന്റെ ആളുകളാണെന്ന് നമ്മൾ വിചാരിച്ച ചില ആളുകൾ ചിലപ്പോൾ അവിടെ എത്തിയാൽ ഹൈറിന്റെ ആളായി, ഹൈറിന്റെ ആളാണെന്ന് വിചാരിച്ച ആളുകൾ ഷർറിന്റെ ആളായിരിക്കും. നരകത്തിലെത്തിയ ആളുകൾ പറയുന്നത് പോലെ, നരകത്തിലുള്ള ആളുകൾ പറയും മാലന ലാ നറ, എന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തത് ചില ആളുകളെ, കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ. നരകത്തിലുള്ള ആളുകൾ പറയുന്നത് ഖുർആൻ അല്ലാഹു സൂറത്തു ഫാദിൽ അല്ലാഹു പറഞ്ഞു, എന്തുകൊണ്ടാണ് ചില ആളുകളെ ഞങ്ങൾ കാണാത്തത്, കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ, ഷർറിന്റെ ആളുകളായിട്ടാണല്ലോ നമ്മൾ അവരെ കരുതിയിരുന്നത്. അത്തഖദ്നാഹും സിഖ്രിയ അം സാഗത് അൻഹുമുൽ അബ്സാർ, നമ്മൾ അവരെ കളിയാക്കി പോയതാണോ, അതല്ല നമ്മളോട് കാണാതെ പോയതാണോ, നരകത്തിൽ തന്നെ അവരുണ്ടോ, അത് നമ്മൾ കാണാത്തതാണോ, അതല്ല നമ്മൾ ദുനിയാവിൽ അവരെ വെറുതെ കളിയാക്കി പോയതാണോ എന്ന് നരകത്തിലുള്ള ആളുകൾ പറയും. അള്ളാഹു പറഞ്ഞു ഇന്ന ദാലിക ലഹഖുൻ തഖാസുമു അഹ്ലിൻ നാർ, തീർച്ചയായും അത് സത്യമാണ് നരകത്തിലുള്ള ആളുകൾ പരസ്പരം ഉണ്ടാക്കുന്ന ആ തർക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതുപോലെ ഈ മുശ്രിക്കുകൾ, മുജ്രിമുകൾ മുഅ്മിനുകളെ ഈ ലോകത്ത് പരിഹസിക്കും. വഇദാ മറൂ ബിഹിം യതഗാമസൂൻ, എന്ത് ചെയ്യും അവർ കണ്ടാൽ യതഗാമസൂൻ, കണ്ണിറുക്കി കാണിക്കും, കണ്ണിറുക്കി പരസ്പരം പരിഹസിക്കും കുറ്റവാളികൾ, കാഫിറുകൾ, ആരെ, മുഅ്മിനുകളെ. فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون. അള്ളാഹു പറയുകയാണ്, ഇതാ ഇന്ന് ഈ നാള് അഥവാ പരലോകത്ത് മുഅ്മിനുകൾ കാഫിറുകളെ പരിഹസിക്കും. فاليوم الذين آمنوا من الكفار يضحك, അവരെ നോക്കി ചിരിക്കും. على الأرائك ينظرون, സോഫകളിൽ ചാരിയിരുന്നുകൊണ്ട് അവർ നോക്കും. هل ثوب الكفار ما كانوا يفعلون, കുഫാറുകൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം കിട്ടിയോ എന്ന് മുഅ്മിനുകൾ അവിടെ വെച്ച് നോക്കും എന്നാണ്. അപ്പൊ മനസ്സിലുള്ളതൊക്കെ വെളിവാകുന്നു. വഹസ്സില മാ ഫി സുദൂർ, നെഞ്ചകങ്ങളിലുള്ളത് പുറത്തു വന്ന് വെളിവാകുന്ന ആ നാളിനെ കുറിച്ച് അവരെന്തുകൊണ്ടാണ് ആലോചിക്കാത്തത്? ഇന്ന റബ്ബ്, എന്നിട്ട് പറഞ്ഞു ഫസാറ ശർറു അലാനിയ വൽ ബാത്തിനു ളാഹിറ, അതുകൊണ്ട് ഫസാറ സിർറു അലാനിയ, രഹസ്യം അന്ന് പരസ്യമായി മാറും, അതുപോലെ ബാത്തിൻ ളാഹിറായി മാറും, അത് കാണാത്തത് വെളിവാകും. വബാന അലാ വുജൂഹിൽ ഖൽഖി നതീജത അമാലിഹിം, ജനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലം അവിടെ കാണിക്കപ്പെടും. അവസാനത്തെ ആയത്ത് എന്താണ്? ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, ഐ മുത്തലിഉൻ അലാ അമാലിഹിം ളാഹിറ വൽ ബാത്തിന അൽ ഖഫിയ വൽ ജലിയ, അല്ലാഹു നമ്മുടെ രഹസ്യവും പരസ്യവുമായ അമലുകൾ കാണുന്നവനാണ്. വയുജാസിഹിം അലൈഹാ, അതിന് പ്രതിഫലം നൽകുന്നവനാണ്. وخص خبره بذلك اليوم أنه خبير بهم في كل وقت لأن المراد بذلك الجزاء بالأعمال الناشئة على علم الله واطلاعه. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സൂക്ഷ്മമായി അറിയുന്നവൻ എന്ന് പറയാനുള്ള കാരണം ഇവിടെ അള്ളാഹു അറിയുന്നില്ലേ? പക്ഷെ എന്താ പറഞ്ഞത്? ഇന്ന റബ്ബഹും ബിഹിം, തീർച്ചയായും അവരുടെ റബ്ബ്, ബിഹിം അവരെ കുറിച്ച്, യൗമഇദിൻ അന്നേ ദിവസം ലഖബീർ സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഇന്നും സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ്. പക്ഷെ അന്നാണ് പ്രതിഫലം നൽകുന്നത്. അപ്പൊ അന്നത്തെ അറിവിന് കൂടുതൽ
പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ സഅദിയിൽ നിന്ന് നമ്മൾ വായിച്ചു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. اللهم زدنا علما نافعا وعملا متقبلا ورزقا طيبا. اللهم توفنا مسلمين والحقنا بالصالحين. اللهم بارك في هذا البيت وأهله. وصلى الله وسلم وبارك على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك